8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ആംഗിൾസ് തുല്യ ത്രികോണങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ രണ്ട് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ PQRും ട്രയാങ്കിൾ ABCയും. ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ, വശങ്ങൾ തുല്യമാണ്. നോക്കൂ, ഇവിടെ 3 സെൻറ്റിമീറ്റർ PQ, ഇവിടെ എന്താണ് 3 സെൻറ്റിമീറ്റർ, AB 3 സെൻറ്റിമീറ്റർ, BC 4 സെൻറ്റിമീറ്റർ, PR 4 സെൻറ്റിമീറ്റർ, QR 6 സെൻറ്റിമീറ്റർ, AC 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ അതേ സൈഡ്സ് തന്നെയാണ് ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ ലെങ്തും അല്ലേ. ഇവിടുത്തെ വശങ്ങളുടെ നീളം തന്നെയാണ് ഇതിൻ്റെ വശങ്ങളുടെ നീളവും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളം തുല്യമാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പോൾ ഈ ട്രയാങ്കിളിന് ഈ ത്രികോണത്തിന് എത്ര കോണുണ്ട്? 3 കോണുകളില്ലേ? അതുപോലെ ഈ ത്രികോണത്തിന് 3 കോണുകളില്ലേ? അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ, the sides of a triangle are equal to the sides of another triangle. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ് എങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. If the sides of a triangle are equal to the sides of another triangle, then their angles are also equal. അപ്പോൾ കോണുകൾ തുല്യമാണെന്ന് മനസ്സിലായി. ഇനി ഏതേത് കോണുകളാണ് തുല്യം എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് നമുക്ക് ഈക്വൽ സൈഡ്സ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ PQ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ ഏതാണ് 3 സെൻറ്റിമീറ്റർ ഉള്ളത്? AB 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരേ സൈഡ്സ് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഈ PQവിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കുക. PQവിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ R. അതുപോലെ ABക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? C. ആ രണ്ട് ആംഗിളും ആയിരിക്കും എന്ത്? തുല്യം. അതുപോലെ അടുത്ത രണ്ട് ഈക്വൽ സൈഡ്സ് ഞാൻ എഴുതുകയാണ്. PR എത്രയാണ്? 4. PR 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്റർ ഏതുണ്ട്? BC ഈക്വൽസ് 4 സെൻറ്റിമീറ്റർ. PRന് ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കൂ. PR എന്ന് പറഞ്ഞ സൈഡിന് എതിരെ കിടക്കുന്ന കോൺ ഏതാണ്? ആംഗിൾ Q ഈക്വൽസ് BCക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ അതെ, BCക്ക് എതിരെയുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ A. ഓക്കെ. അതുപോലെ അടുത്ത വശങ്ങൾ തുല്യമായിട്ടുള്ള വശങ്ങൾ നോക്കൂ. QR എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. അതുപോലെ അടുത്ത ട്രയാങ്കിളിൽ 6 സെൻറ്റിമീറ്റർ ഏതുണ്ട്? AC 6 സെൻറ്റിമീറ്റർ ആണ്. QRന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ P. QRന് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ആംഗിൾ P ഈക്വൽസ് ACക്ക് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ആംഗിൾ P. ഇങ്ങനെയാണ് ഈ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളായിരിക്കും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതാണോ ആ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? നമ്മളിപ്പോൾ PQ ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ, AB ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ. ഇപ്പോൾ PQR ആയിരുന്നല്ലോ ട്രയാങ്കിൾ. അപ്പോൾ PQയിൽ ഇല്ലാത്തത് ഏതാണ്? R അല്ലേ. ABയിൽ ഇല്ലാത്തത് ഏതാണ്? C അല്ലേ. അവ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇവിടെ PR നോക്കൂ. PRയിൽ ഇല്ലാത്ത PQR ആണ് ട്രയാങ്കിൾ എന്നറിയാമല്ലോ. അപ്പോൾ PRൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്ത ലെറ്റർ ഏതാ? Q അല്ലേ. ABC ആയിരുന്നു, അതിൽ BC ഉള്ളൂ. ഇല്ലാത്തത് ഏതാണ്? A. അപ്പോൾ ഇല്ലാത്തത് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ PQRൽ P ഇല്ല. ഓക്കെ. ABCയിൽ നമ്മുടെ എന്തില്ല? B ഇല്ല. ആംഗിൾ Pയും ആംഗിൾ Bയും അപ്പോൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ. In each pair of figure below, find and write the angles in the second triangle that are equal to the angles in the first triangle. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ, രണ്ട് ത്രികോണങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാമത്തെ ത്രികോണത്തിന് തുല്യമായിട്ടുള്ള കോണുകൾ രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. ഒന്നാമത്തെ ട്രയാങ്കിളിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് അടുത്ത ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെഴുതുകയാണ് ചെയ്യേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈക്വൽ സൈഡ്സ് തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയെന്ന് ആദ്യം എഴുതി നോക്കാം. ഇവിടെ LM ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ. അതുപോലെ 3 സെൻറ്റിമീറ്റർ എവിടെയുണ്ട്? ഇവിടുത്തെ ട്രയാങ്കിളിലും ഉണ്ട്. എന്താണ്? ZY എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ. LMN ആയിരുന്നു ട്രയാങ്കിൾ. LMN ഇല്ലാത്ത ലെറ്റർ ഏതാണ്? N അല്ലേ. അല്ലെങ്കിൽ പറയൂ, LMന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? N. ആംഗിൾ N. ZY എന്ന് പറഞ്ഞ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? X. അപ്പോൾ ആംഗിൾ Nഉം ആംഗിൾ Xഉം ഈക്വൽ ആയിരിക്കും. അടുത്ത തുല്യമായിട്ടുള്ള വശം നോക്കാം. LN എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അടുത്ത ട്രയാങ്കിളിലെ 2 സെൻറ്റിമീറ്റർ ഏതുണ്ട്? XY 2 സെൻറ്റിമീറ്റർ അല്ലേ. XY
2 സെൻറ്റിമീറ്റർ. LN ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? എം. LN എന്ന് പറയുന്ന വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എം. ആംഗിൾ എം. അതുപോലെ XY എന്ന വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? അതിന് ഓപ്പോസിറ്റ് ഇതിനെതിരെയുള്ളത് ഏതാണ്? Z അല്ലേ? അപ്പോൾ ആംഗിൾ Z. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. LN ഇല്ലാത്ത ലെറ്റർ ഏതാണ്? എം ആണ്. LMN ആയിരുന്നു ട്രയാങ്കിൾ, അപ്പോൾ LN ഇല്ലാത്തത് എം ആണ്. XYZ ആയിരുന്നു ട്രയാങ്കിൾ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തത് XYയുടെ കൂടെ ഇല്ലാത്തത് ആരാണ്? Z. അപ്പോൾ അത് രണ്ടും തുല്യമായിരിക്കും. ഇനി ഒരു വശം കൂടിയുണ്ടല്ലോ, ഏതാ? MN. MNൻ്റെ ലെങ്ത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അടുത്ത ട്രയാങ്കിളിൽ 4 സെൻറ്റിമീറ്റർ ഉള്ളത് ഏതാണ്? XZ അല്ലേ? അപ്പോൾ XZ ഈക്വൽസ് 4 സെൻറ്റിമീറ്റർ. MNന് എതിരെയുള്ള MNന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? L. ആംഗിൾ L. MNന് നോക്കൂ, MNന് ഓപ്പോസിറ്റ് L, അല്ലെങ്കിൽ MNൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തത് ഏതാണ്? L. അടുത്ത XZന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? Y. XZന് ഓപ്പോസിറ്റ് Y, അല്ലെങ്കിൽ XZൻ്റെ കൂടെ ഇല്ലാത്ത ലെറ്റർ നോക്കിയാലും മതി, Y. അപ്പോൾ ആംഗിൾ Y. അപ്പോൾ എല്ലാ ഈക്വൽ ആംഗിൾസും തുല്യ കോണുകളും കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലെ ട്രയാങ്കിൾസ് നോക്കാം. ഇവിടെയും നമുക്ക് തുല്യ വശങ്ങൾ ആദ്യം എഴുതാം. AB ഈക്വൽസ് 3.6 സെൻറ്റിമീറ്റർ. അടുത്ത ട്രയാങ്കിളിൽ ഇതേ 3.6 വരുന്നത് എത്രയാണ്? PR ആണ്. PR ഈക്വൽസ് 3.6 സെൻറ്റിമീറ്റർ. ABക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കൂ, C ആണ്. ABയിൽ ഇല്ലാത്ത ലെറ്ററാണ് ആംഗിൾ C. PRന് ഓപ്പോസിറ്റ് ഏതാണ്? PRനെതിരെ വരുന്നത് Q ആണ്. ആംഗിൾ Q ആണ്. അതായത് PRൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്ത ലെറ്റർ ആംഗിൾ Q അല്ലേ? അപ്പോൾ ആംഗിൾ C ഈക്വൽസ് ആംഗിൾ Q. അടുത്ത വശം നോക്കാം. AC ഈക്വൽസ് 2.4 സെൻറ്റിമീറ്റർ. അതുപോലെ അടുത്ത ട്രയാങ്കിളിൽ 2.4 വരുന്ന ഏതാണ്? QR ആണ്. QR ഈക്വൽസ് 2.4. അപ്പോൾ ACക്ക് എതിരെ വരുന്ന കോൺ ഏതാണ്? ACക്ക് എതിരെ വരുന്നത് ആംഗിൾ B ആണ്. അപ്പോൾ QRന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? എതിരെ വരുന്നത് ഏതാണ്? ആംഗിൾ P ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ACയിലില്ലാത്ത ലെറ്റർ B ആണ്, QRലില്ലാത്ത ലെറ്റർ P ആണ്. ഇനി ഒരു വശം കൂടിയുണ്ട്, BC ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ. അതുപോലെ അടുത്ത ട്രയാങ്കിളിൽ PQ ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ എഴുതി. ഇനി BCക്ക് എതിരെ വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ A ആണ്. അതായത് ABCയിൽ ഇല്ലാത്തത് ഏതാണ്? A ആണ്. PQൻ്റെ കൂട്ടത്തിലില്ലാത്ത ഏതാണ്? R. ആംഗിൾ R, അല്ലെങ്കിൽ PQന് എതിരെയുള്ള കോൺ ആംഗിൾ R. Second question, in the two triangles drawn below, AB equals QR, PC equals RP, CA equals PQ. Calculate the angle C in the triangle ABC and all angles in the triangle PQR. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ചില വശങ്ങൾ തുല്യമാക്കി നമുക്ക് തന്നിട്ടുമുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 ത്രികോണങ്ങളിലെയും, അതായത് ഇതിൽ ഒരു കോൺ തന്നിട്ടില്ല, ആംഗിൾ സിയും കാണുക, ഈ ത്രികോണത്തിലെ എല്ലാ കോണുകളും കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന തുല്യ വശങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതാം. AB ഈക്വൽസ് QR എന്ന് തന്നിട്ടുണ്ട്. AB ഈക്വൽസ് QR എന്നും, അതുപോലെ BC അതിന് തുല്യമാണെന്നും RPക്ക് തുല്യമാണെന്നും CA എന്ന് പറയുന്ന വശം PQവിന് തുല്യമാണെന്നും തന്നിട്ടുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ C ഒന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ C എന്നാൽ ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഉണ്ട്, മൂന്നാമത്തെ ആംഗിൾ ഇല്ല അല്ലേ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിനകത്തെ ആംഗിൾസിൻ്റെ എല്ലാം സം എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടി, ഇവിടെ ഒരു ആംഗിളും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടേ? 180 ആണ്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് രണ്ടും കൂടി മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് ആംഗിൾ C കിട്ടത്തില്ലേ? ആംഗിൾ C ഈക്വൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് 40 പ്ലസ് 60 അല്ലേ? 180 മൈനസ് 40 പ്ലസ് 60. 180 മൈനസ് 40 പ്ലസ് 60 എത്രയാണ്? 100. 180യിൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 ഡിഗ്രി. അതായത് ആംഗിൾ C നമുക്ക് 80 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സ് ഓരോന്നായിട്ട് എടുക്കാം. AB ഈക്വൽസ് QR എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. AB QRന് തുല്യമാണ്. അപ്പോൾ ABയിൽ ഇല്ലാത്ത ലെറ്റർ എടുക്കൂ, ഏതാണ്? C അല്ലേ? QRൽ ഇല്ലാത്ത ലെറ്റർ ഏതാണ്? P അല്ലേ? അപ്പോൾ ആംഗിൾ Cയും ആംഗിൾ Pയും തുല്യമാണ്. ആംഗിൾ C എത്രയാണ് നമുക്ക് കിട്ടി? ഇവിടെ 80. അപ്പോൾ ആംഗിൾ Pയും എത്ര തന്നെയാണ്? 80. നമുക്കിവിടെ ആംഗിൾ P 80 ഡിഗ്രി എന്ന് എഴുതാം, മാർക്ക് ചെയ്യാം. അടുത്ത സൈഡ് എടുക്കൂ. BC ഈക്വൽസ് RP ആണ്. BCയും RPയും തുല്യമാണ്. BCയിൽ ഇല്ലാത്ത ലെറ്റർ ഏതാണ്? അല്ലെങ്കിൽ BCക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കൂ. BC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ A അല്ലേ? ആംഗിൾ A. RP എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കൂ.
ആർ പി ഇതാണ് ആർ പിക്ക് ഓപ്പോസിറ്റ് ഏതാ വരുന്നത് ക്യൂ ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ബി സി എന്ന ലെറ്ററിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്ത ലെറ്റർ ഏതാണ് എ ആണ്. ആർ പി എന്ന പി ക്യു ആർ ആണ് ട്രയാങ്കിൾ, അതിൽ ആർ പിയിൽ ഇല്ലാത്തത് ക്യൂ ആണ്. ആംഗിൾ എയും ആംഗിൾ ക്യൂവ് തുല്യമാണ്. ആംഗിൾ എയുടെ വാല്യൂ നമുക്ക് 40 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ ആംഗിൾ ക്യൂവ് എത്ര തന്നെ ആയിരിക്കും 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ക്യൂവിനവിടെ നമുക്ക് 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത തന്നിരിക്കുന്നത് സി എ ഈക്വൽസ് പി ക്യു എന്ന് തന്നിട്ടുണ്ട്. സി എ ഈക്വൽസ് പി ക്യു. അപ്പോൾ സി എയുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് ആംഗിൾ ബി ആണ്, പി ക്യുവിൻ്റെ കൂട്ടത്തിൽ ഇല്ലാത്തത് ആംഗിൾ ആർ ആണ്. ആംഗിൾ ബിയും ആംഗിൾ ആറും തുല്യം. അല്ലെങ്കിൽ സി എ എന്ന് പറയുന്ന വശം നോക്കൂ, അതിനെതിരെ വരുന്ന കോൺ എത്രയാണ്? കോൺ ബി ആണ്. അതുപോലെ പി ക്യു എന്ന് പറയുന്ന വശം നോക്കൂ, അതിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? ആംഗിൾ ആറാണ്. അപ്പം ആംഗിൾ ബിയും ആംഗിളും ആറും തുല്യമാണ്. ആംഗിൾ ബിയുടെ മെഷർമെൻറ്റ് നമുക്കുണ്ട് 60 ഡിഗ്രി. അപ്പോൾ അത് തന്നെയാണ് ആംഗിൾ ആറിൻ്റെ മെഷർമെൻറ്റും 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ആറിന് എവിടെ നമുക്ക് എത്ര ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം? 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ത്രികോണത്തിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു.